ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് വ്യക്തമാകുന്നു. വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റിന് പിന്നാലെ അവരുടെ മൊഴിയൊക്കെ ഉന്നതങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു എന്നതാണ്. CPM കടുത്ത പ്രതിരോധത്തിലാണ്. ഇനി എങ്ങനെയായിരിക്കും ഇതിൽ ഒരു പ്രതിരോധം CPM തീർക്കുക? ഇപ്പോഴും പത്മകുമാറിനെയൊക്കെ ഒരു സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടല്ലേ നേതൃത്വത്തിൽ നിന്നും വരുന്നത്? ദിവ്യ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിലായിരിക്കും നിർണായകമായ ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ CPM കൈക്കൊള്ളുക. എന്തായാലും CPM-ന്റെ പതിവ് രീതി അനുസരിച്ച് പത്മകുമാറിനെതിരെ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അറസ്റ്റുകൾ ഒക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം അത് പിന്നീട് കൂടുതൽ കടുത്ത തലത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ മാത്രമേ CPM അതിന്റെ സംഘടനാപരമായ നടപടിയിലേക്ക് കടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 6 മാസം മാത്രമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റിയൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ അറിയേണ്ടത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി എത്തും. മുഖ്യമന്ത്രി എത്തിയാലായിരിക്കും സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങുക. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും ഇതിൽ നിർണായകമാകും. ഒരു തരത്തിലുള്ള പ്രതിസന്ധി CPM-ൽ നിലവിൽ ഉണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നാൽ അത് ഒരു തിരിച്ചടിയാകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു വിശകലനമൊക്കെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി, ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ പത്മകുമാർ, ആ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ PP ദിവ്യയ്ക്കൊക്കെ എതിരെ എടുത്തതിന് സമാനമായ നിലയിൽ മെമ്പർഷിപ്പിലേക്ക് തരം താഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന നടപടിയിലേക്ക് CPM-ന് കടക്കാം. പത്തനംതിട്ടയിലെ ചില നേതാക്കളും അത്തരത്തിലുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. നേരിട്ട് എങ്ങനെ ആളുകളെ അഭിമുഖീകരിക്കും? തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെല്ലാം ആളുകളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ അതിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ CPM-ന് വിശദീകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പത്മകുമാർ എന്ന പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അറസ്റ്റിൽ നടപടി പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ, പിടിച്ചു നിൽക്കാനുള്ള ഒരു തുമ്പായി ഒരുപക്ഷെ ഒരു നടപടിയെടുക്കുക എന്നുള്ള നിർദ്ദേശത്തിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സ്വർണ്ണപ്പാളിയിലെ പത്മകുമാറിന്റെ അറസ്റ്റ് അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയും പ്രതിസന്ധിയും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേന്ദ്രനിലേക്ക്, മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് കൂടി നീങ്ങുന്നെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അതും വലിയ ആശങ്ക നൽകുന്നുണ്ടോ CPM-ന്? തീർച്ചയായും ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗത്തിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരു ആളിലേക്ക് കൂടി അന്വേഷണം എത്തുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ തിരിച്ചടിയാണ്. കാരണം ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതിനിടയിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്കൊക്കെ അന്വേഷണ സംഘം കടന്നാൽ സ്വാഭാവികമായും CPM-ന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിലുള്ള ഒരു ആലോചനയൊക്കെ CPM നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. CPM ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പത്മകുമാറിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇടപെടലും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കടകംപള്ളി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഉൾപ്പെടെ ആയുധമാക്കാൻ പോകുന്നതും കടകംപള്ളിയുടെ രാജി, കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നു. CPM-ന്റെ നേരിട്ടുള്ള ബന്ധം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ ഉന്നതരിലേക്ക് എത്തും എന്നുള്ള കാര്യം ഒക്കെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതിപക്ഷത്തിന്റെ ആയുധമായി സ്വർണ്ണപ്പാളി വിഷയം തന്നെയാണ് ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയിലേക്ക് കൂടി അന്വേഷണം എത്തുന്ന സാഹചര്യത്തിൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിലവിൽ ഇപ്പോഴും CPM വാദം ഉന്നയിക്കുന്നത് ശബരിമലയിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ ദേവസ്വം ബോർഡോ സർക്കാരോ, ദേവസ്വം വകുപ്പോ സർക്കാരോ ഒരു കാരണവശാലും ഇടപെടാറില്ല. അവിടുത്തെ മറ്റ് സൗകര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇടപെടാനുള്ള റോളുള്ളത് എന്നുള്ളതാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ, അവിടുത്തെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒക്കെ ഇടപെടുന്നത് അത് ദേവസ്വം ബോർഡ് മാത്രമാണ്. ദേവസ്വം ബോർഡ് ഒരു പ്രത്യേകമായ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും മന്ത്രിമാരുടെ ഭാഗത്തുണ്ടാകാറില്ല എന്നുള്ള കാര്യം വിശദീകരിച്ചാണ് ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും നിലവിൽ കടകംപള്ളിയിലേക്ക് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത നിലപാടിനെതിരെയൊക്കെ പത്മകുമാർ രംഗത്തെത്തിയതും ചില ഭിന്നതകളൊക്കെ അക്കാലത്ത് രൂപപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നപ്പോൾ ഇനിയിപ്പോൾ പത്മകുമാർ എന്ത് മൊഴി നൽകും? ഉന്നതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ പങ്കൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു മൊഴി നൽകുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നിർണായകമായിരിക്കില്ലേ ഈ കേസിൽ?
തീർച്ചയായും പത്മകുമാറിന്റെ മൊഴി, പത്മകുമാർ നൽകുന്ന വിവരങ്ങൾ ഒക്കെ ഇനി നിർണായകമാകാൻ പോകുന്നത്. അതാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടുതൽ എത്തിക്കാൻ പോകുന്നതും. എന്ത് തരത്തിലുള്ള മൊഴി നൽകും? നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സർക്കാരിനും ഇങ്ങനെയൊരു കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരീകരണമില്ലാത്ത വിവരങ്ങളാണ്. അങ്ങനെ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം മന്ത്രി അത് ദേവസ്വം ബോർഡിനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം എത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കാരണം ദേവസ്വം മന്ത്രി കൂടി അറിഞ്ഞാണ് ഇത്തരത്തിലുള്ളൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ ശബരിമലയിൽ എത്തുന്നതും സ്പോൺസറായി എത്തുന്നതും തുടർന്ന് സ്വർണ്ണപ്പാളി മോഷണം പോകുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും അങ്ങനെയായിരിക്കും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിന് കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തും. പക്ഷേ നിലവിൽ ഉള്ള വിവരങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ ഇപ്പോൾ അനുമാനിക്കാൻ കഴിയില്ല. കാരണം നിലവിൽ ദേവസ്വം വകുപ്പിന് ഇക്കാര്യം അറിയാമെന്നുള്ള മൊഴി എവിടെ നിന്നും വന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഒപ്പം തന്നെ എൻ വാസുവിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ദേവസ്വം മന്ത്രിയിലേക്കോ വകുപ്പിലേക്കോ സർക്കാരിലേക്കോ എത്തുന്ന നിലയിലുള്ള ഒരു മൊഴിയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സർക്കാരും ഒപ്പം തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും CPM ഒക്കെ പറയുന്നത് ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയില്ല. കാരണം സ്വർണ്ണപ്പാളിയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങൾ ഒക്കെ നടത്തുന്നത് ദേവസ്വം ബോർഡ് നേരിട്ടാണ്. അതിൽ ഒരു കാരണവശാലും സർക്കാരോ ദേവസ്വം വകുപ്പോ ഇടപെടാറില്ല എന്നാണ് ഇപ്പോഴും അത് ഒരു വാദമായി CPM ഉന്നയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇനി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നുള്ള മൊഴിയായിരിക്കും CPM കൂടുതൽ കുരുക്കിലേക്ക്